ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് മാർജിനൽ കോസ്റ്റിംഗ്. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ കൂടുതൽ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് in which costs are classified into fixed cost and variable cost, and only variable costs are charged to operation, process or products. ഇപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫിക്സഡ് കോസ്റ്റ് അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ കോസ്റ്റ്, ഏത് കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുള്ളൂ, പ്രോഡക്റ്റിന് ഏത് കോസ്റ്റാണ് ചാർജ് ചെയ്യുക? ഓൺലി വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിനാണ് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റാണ് നമ്മുടെ കോസ്റ്റ് സെൻറ്റർ എങ്കിൽ, അല്ലെങ്കിൽ പ്രോസസ്സ് എങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ എങ്കിൽ അതിന് നമ്മൾ എന്തേ പരിഗണിക്കുകയുള്ളൂ, നമ്മുടെ വേരിയബിൾ കോസ്റ്റേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റിന് ചാർജ് ചെയ്യാത്തൊരു മെത്തേഡ് കൂടിയാണ് എന്ത്, മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇറ്റ്സ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്, and only variable costs are charged to operations, process or products. Then under this technique, cost of production includes only variable cost. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്തേ ഉണ്ടാവും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തേ ചാർജ് ചെയ്യുന്നുള്ളൂ, ഓൺലി വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡ് ഓൺലി വേരിയബിൾ കോസ്റ്റ്. ദെൻ ഫിക്സഡ് കോസ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജഡ് എഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ദേ അറൈസ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ചാർജ് ചെയ്യും നമ്മൾ പീരീഡ് കോസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യും. കറസ്പോണ്ടിങ് പീരീഡിൽ അവസാനം നമ്മൾ ചെയ്യും. അല്ലാതെ ഓരോ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ പരിഗണിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പറയണം? മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് in which costs are classified into fixed and variable cost, and only variable costs are charged to operation, product or process. Then under this technique of cost of production include only variable cost. Fixed costs are charged against the profit of the period in which they relate. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് കോസ്റ്റിങ്ങിൽ ഓൺലി വേരിയബിൾ കോസ്റ്റേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഓപ്പറേഷന് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. കുറച്ച് ഫീച്ചേഴ്സുകളുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയും വേണം. അപ്പോൾ നോക്കാം. ഇറ്റ് ഈസ് ദി ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ ആണ്, ഇതൊരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. Then it involves presentation of cost to help the management in decision making. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അസിസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ദി ക്രിയേഷൻ ഓഫ് പോളിസി ആൻഡ് ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ആൻ അണ്ടർടേക്കിംഗ് എന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലെ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഡിസിഷൻ മേക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ മൂന്നാമത്തത്, ഓൾ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. നമ്മൾ അതിൻ്റെ മീനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. നെക്സ്റ്റ്, ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജഡ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരീഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആൻഡ് ചാർജഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ പീരീഡ്.
അപ്പോൾ ഇത് എവിടെയാണ് ചാർജ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ അവസാനം ചാർജ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, profitability is ascertained on the basis of contribution, which is the difference between sales and variable cost. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുക കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരു രീതിയിലാണ്. എന്താണ് കോൺട്രിബ്യൂഷൻ? സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? കോൺട്രിബ്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു കോൺട്രിബ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് അങ്ങ് ഡിഡക്റ്റ് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ളതാണ്. അത് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഫിക്സഡ് കോസ്റ്റും ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും അത് രണ്ടും കൂടി കൂട്ടിയാൽ വരുന്നതാണ് എന്ത്? കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നങ്ങ് ഫിക്സഡ് കോസ്റ്റിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? നമ്മുടെ ഫൈനൽ പ്രോഫിറ്റ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ് ഇവിടെ ഇതൊരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായി ചാർജ് ചെയ്യുന്നുള്ളൂ. ദെൻ ഫിക്സഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ചാർജഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് വേരിയബിൾ കോസ്റ്റ്. Profitability is ascertained on the basis of contribution. Then profit is the അല്ലെങ്കിൽ profit and loss account is the difference between contribution and fixed cost എന്നുള്ളതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. നെക്സ്റ്റ് നമുക്ക് മാർജിനൽ കോസ്റ്റ് എന്താ എന്നുള്ളത് നോക്കാം. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. ദെൻ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദി അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു എക്സ്ട്രാ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളൊരു മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറിങ് കമ്പനിയാണ്. നമുക്ക് 100 മോട്ടോർ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 101 മോട്ടോർ സൈക്കിളിലേക്ക് നമ്മൾ എന്താണ് നമ്മുടെ പ്രൊഡക്ഷൻ ഒന്ന് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ ഈ മോട്ടോർ സൈക്കിൾ കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്ട്രാ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന എക്സ്ട്രാ ചിലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിൽ ഇൻക്ലൂഡ് ഓൺലി വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ അതാണ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം. ഒരു എക്സ്ട്രാ യൂണിറ്റ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഓഫ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ ഉണ്ടാവും. സോ അത് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് ചിലവ് വരുന്നില്ല? അഡീഷണൽ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് ഒന്നും ചിലവാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തേ വരുന്നുള്ളൂ? വേരിയബിൾ കോസ്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. നെക്സ്റ്റ് നമുക്ക് അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് സെർട്ടൈൻ അസംഷനെ ബേസ് ചെയ്തിട്ടാണ് മാർജിനൽ കോസ്റ്റിങ്ങിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ അസംഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട അസംഷൻസ് ഏതാ എന്നുള്ളത്, ഫസ്റ്റ് വൺ, ഓൾ കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. എല്ലാ കോസ്റ്റിനെയും നമ്മൾ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റുമായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. നെക്സ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട്. ഫിക്സഡ് കോസ്റ്റ് എന്താണ് നമുക്കറിയാം അല്ലേ? ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്രൊഡക്ഷൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് എന്ത് ചെയ്യില്ല, മാറുകയില്ല. അപ്പോൾ എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഒരു പർട്ടിക്കുലർ
റേഞ്ചിൽ എന്താ അല്ലെങ്കിൽ പർട്ടിക്കുലർ എമൗണ്ട് ആണ്. ഇപ്പോൾ സപ്പോസ് 50,000 ആണ്, നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ 1,000 2,000 3,000 ഒക്കെ റേഞ്ചിലേക്ക് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും എന്ത് സംഭവിക്കില്ല, നമ്മുടെ ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ചസ് ഉണ്ടാവുകയില്ല എന്നാണ്. നെക്സ്റ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ചസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദി വോല്യൂം ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ഉൽപ്പാദിക്കാനുള്ള വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ എന്തല്ല, ടോട്ടൽ അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. നമ്മളൊരു ചെരുപ്പ് മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു യൂണിറ്റ് ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബർ മെറ്റീരിയൽ നമുക്ക് 20 രൂപൻ്റെതാണെങ്കിൽ അതെന്താണ്, റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ചെരുപ്പ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി 20 രൂപൻ്റെ റബ്ബർ മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമുള്ളത്. അതേ സ്ഥാനത്ത് നമ്മളെന്താണ്, അത് 10 ചെരുപ്പാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ 20 × 10. ഇനി നമ്മൾ 100 ചെരുപ്പാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ 100 × 20. അങ്ങനെ എന്താണ്, ഉൽപ്പാദനം കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും, വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പ്രൊപ്പോർഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമെയിൻ ദി സെയിം. ഇപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിലൊക്കെ നമ്മൾ എന്താണ്, ഒരു അസംഷനാണ്, നമ്മൾ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസിൽ ചേഞ്ചസ് വരുത്തുകയില്ല, അത് സെയിം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു അസംഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. നെക്സ്റ്റ്, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി വോല്യൂം ഓഫ് ഔട്ട്പുട്ട്. കോസ്റ്റ്, നമ്മുടെ ചിലവ്, അതായത് ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റും നല്ല രീതിയിൽ നമ്മുടെ വോല്യൂം ഓഫ് ഔട്ട്പുട്ടിനെ അനുസൃതമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. നന്നായിട്ട് നമ്മുടെ വോല്യൂം കൂടുകയാണെങ്കിൽ പ്രോഫിറ്റും അതുപോലെ തന്നെ കോസ്റ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും, അതായത് പ്രോഫിറ്റ് നമുക്ക് നന്നായിട്ട് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കോസ്റ്റിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, 6th ചാപ്റ്റർ ആയിട്ടുള്ള മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളതാണ്. മാർജിനൽ കോസ്റ്റിംഗ് ഇസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു ഓപ്പറേഷൻ പ്രോസസ് ഓർ പ്രോഡക്റ്റ്. ആ ഒരു മീനിങ് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. Then features of marginal costing. Then marginal cost എന്താണ്, marginal cost is the additional cost incurred to produce an extra unit of output. Then assumptions of marginal cost. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് അസംഷൻസും ഫീച്ചേഴ്സിലൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അസംഷനിൽ ഇവിടെ എന്താണ്, കോസ്റ്റിനെ ഫിക്സഡും വേരിയബിളും ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇൻ ടോട്ടൽ എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. നെക്സ്റ്റ്, വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് സെയിം ആയിരിക്കും. കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി വോല്യൂം ഓഫ് ഔട്ട്പുട്ട്. നമ്മുടെ ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും നമ്മുടെ വോല്യൂം ഓഫ് ഔട്ട്പുട്ടിനെ ആശ്രയിച്ച് എന്ത് ചെയ്യും, നന്നായിട്ട് ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.